ഫ്രണ്ട്സ് PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് മാത്സ് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഏതാണ് എണ്ണൽ സംഖ്യകൾ, നിസർഗ സംഖ്യകൾ, അഖണ്ഡ സംഖ്യകൾ, അഭാജ്യ സംഖ്യകൾ, ഭാജ്യസംഖ്യകൾ ഇതൊക്കെ പഠിച്ചിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷമുള്ള ക്ലാസ്സുകളാണ് ഇത്. ആദ്യം സ്ഥാനവിലയും മുഖവിലയും. സ്ഥാനവില എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ വലത്തു നിന്നും ഇടത്തേക്ക് 1, 10, 100 എന്നിങ്ങനെ ക്രമത്തിൽ സ്ഥാനം കൊടുത്ത് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതാണ് സ്ഥാനവില എന്ന് പറയുന്നത്. അതേസമയം മുഖവില എന്ന് പറഞ്ഞാൽ ആ സംഖ്യയുടെ വാല്യൂ തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, 573482. ഇതിൽ 4ൻ്റെ മുഖവില എന്ന് പറയുന്നത് 4 തന്നെയാണ്. അതേസമയം അതിൻ്റെ സ്ഥാനവില പറയുന്നത് 2 ഒറ്റ സ്ഥാനത്ത്, 8 10ൻ്റെ സ്ഥാനത്ത്, 4 100ൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ 4 × 100 400 അതിൻ്റെ സ്ഥാനവില. ഇതിൽ 7ൻ്റെ സ്ഥാനവില എത്രയാണ്? 7ൻ്റെ സ്ഥാനവില 2 ഒറ്റ സ്ഥാനത്ത്, 8 10ൻ്റെ സ്ഥാനത്ത്, 4 100ൻ്റെ സ്ഥാനത്ത്, 3 1000ൻ്റെ സ്ഥാനത്ത്, 7 10,000ൻ്റെ സ്ഥാനത്ത്. അപ്പോൾ 7 × 10,000 70,000 ആണ് 7ൻ്റെ സ്ഥാനവില. 7ൻ്റെ മുഖവിലയോ 7 തന്നെയാണ്. സങ്കലനം അല്ലെങ്കിൽ അഡീഷൻ അല്ലെങ്കിൽ കൂട്ടുക. അപ്പോൾ 2 പോസിറ്റീവ് സംഖ്യകൾ കൂട്ടുമ്പോൾ 2 കൂടി കൂട്ടിയിട്ട് പോസിറ്റീവ് ചിഹ്നം ഇട്ടാൽ മതി. അതേസമയം 2 നെഗറ്റീവ് സംഖ്യകളാണ് കൂട്ടുന്നത് വെച്ചാൽ 2 കൂടി കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം ഇട്ടാൽ മതി. അതേസമയം ഒരു പോസിറ്റീവും നെഗറ്റീവും കൂട്ടുകയാണ് വെച്ചാൽ അല്ലെങ്കിൽ സങ്കലനം ചെയ്യുകയാണ് വെച്ചാൽ അഡീഷൻ ചെയ്യുമ്പോൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് ചെറിയതിൻ്റെ ചിഹ്നം ഇടുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്കത് എക്സാമ്പിൾ നോക്കാം. പിന്നെ അവിടെ തന്നിരിക്കുന്നത് 22ഉം 18ഉമാണ്. ഇപ്പോൾ 22ഉം 18ഉം പോസിറ്റീവ് സംഖ്യകൾ എടുക്കാം. ഇപ്പോൾ 22 + 18 40 വരും, 2 പോസിറ്റീവ് ആകുമ്പോൾ. ഇനി 2 നെഗറ്റീവ് ആകുമ്പോൾ 22ഉം -22ഉം -18ഉം കൂട്ടിയാൽ -40 വരും. ഇനി ഒരെണ്ണം പോസിറ്റീവ്, ഇപ്പോൾ 22 പോസിറ്റീവാണ് വയ്ക്കാം. ഇപ്പോൾ 22 പോസിറ്റീവ് ആകുന്ന സമയത്ത് വലുത് നിന്ന് ചെറുത് കുറയ്ക്കുക. 22 നിന്ന് -18 കുറച്ചാൽ 4 വരും. വലുതിൻ്റെ ചിഹ്നം അതാണ്, 22ൻ്റെ പോസിറ്റീവ് ചിഹ്നമാണ്. അപ്പോൾ +4 വരും. അപ്പോൾ 22ൻ്റെ കൂടെ -18 കൂട്ടിയാൽ വരുന്ന സംഖ്യ 4 ആണ് വരിക. അതേസമയം ഇനി -22ൻ്റെ കൂടെയാണ് +18 കൂട്ടുന്നത് വെച്ചാൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. 22 നിന്ന് 18 കുറച്ചാൽ 4 വരും. എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. ഇവിടെ ഏതാണ് ഏറ്റവും വലുതിൻ്റെ ചിഹ്നം? 22ആണ്. 22ൻ്റെ ചിഹ്നം ഏതാണ്? -ആണ്. അപ്പോൾ -4 വരും. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇതിലിവിടെ 6 തൊട്ടും 14 കൂട്ടുണ്ട്. -6ഉം -8ഉം കൂട്ടുമ്പോൾ -14 വരും. 6 + -8 കൂട്ടുമ്പോൾ 8 നിന്ന് 6 കമ്മിയാക്കിയിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. 8 നിന്ന് 6 കമ്മിയാക്കുമ്പോൾ 2, -8 വലുതായതുകൊണ്ട് മൈനസിൻ്റെ ചിഹ്നം ഇടുക. -6 + 8 2. -6 + 8 ചെയ്യുമ്പോൾ 8 നിന്ന് 6 കുറച്ചിട്ട്, അപ്പോൾ 8 നിന്ന് 6 കുറച്ച് എത്രയാണ്? 2. ഏറ്റവും വലുതിൻ്റെ ചിഹ്നം, 8ൻ്റെ വലുതിൻ്റെ ചിഹ്നം ഏതാണ്? പോസിറ്റീവ് ആണ്. അപ്പോൾ +2 ആണ് ആൻസർ വരിക. ഇതുപോലെ അടുത്തതും ഒരു എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. 12 + 18 30, -12 + 18 30, 12 + -18 -6, -12 + 18 6. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. നമുക്ക് അടുത്ത ഭിന്നസംഖ്യയിലേക്ക് പോകാം. ഭിന്നസംഖ്യകളുടെ കൂട്ടലും കുറയ്ക്കണം. അപ്പോൾ ഭിന്നസംഖ്യകൾ പല വിധത്തിലുണ്ട്. ആദ്യം നമുക്കൊരു സാധാ ഭിന്നം എങ്ങനെയാണ്? അംശം ചെറുതും ഛേദം വലുതും. 3/4 + 1/4 എന്ന സംഖ്യയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഛേദത്തിന് ഒരേപോലെ ആക്കണം. അപ്പോൾ ഇവിടെ ഛേദം ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അംശം അതേപോലെ നേരെ കൂട്ടിയാൽ മതി. 3 + 1/, ഇവിടെയുള്ള ഛേദം ഒരുപോലെയുള്ളതാകുമ്പോൾ അത് ഒറ്റയടിക്ക് എഴുതുക. 4 മാത്രം എഴുതാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവിടെ അടിയിൽ ഛേദം കൂട്ടാൻ പറ്റില്ല. ഛേദം ഒരുപോലെയുള്ളത് അങ്ങനെ എഴുതി വയ്ക്കുക. അപ്പം അംശം കൂട്ടുമ്പോൾ 3 + 1 4/4 = 1. 1/7 + 1/11. ഇങ്ങനെ ഛേദം ഡിഫറൻ്റായ സംഖ്യകളാണ് വെച്ചാൽ ആദ്യത്തേൻ്റെ ഛേദം രണ്ടാമത്തെ സംഖ്യയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അംശമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ 7 രണ്ടാമത്തെ സംഖ്യയുടെ അംശമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 11 ഫസ്റ്റത്തെ സംഖ്യയുടെ
സെക്കൻഡ് ഛേദം ഫസ്റ്റ് സംഖ്യയുടെ ആംശവുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആൻസർ എന്ത് വരും? 1 × 11 പ്ലസ് 1 × 7 ബൈ ഇവ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക 11 × 7. അപ്പോൾ 1 × 11 11 പ്ലസ് 7 ബൈ 11 × 7 77. അപ്പോൾ 11 വരും 18 ബൈ 77 വരും. 3/4 പ്ലസ് 7 ബൈ 8. ഇവിടെ നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ 4 8 ഇവിടെ ലെസ്സാകെ വരിക 8 ആണ്. അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും 8ലേക്ക് ഛേദത്തെ മാറ്റിയാൽ മതി. അതായിരിക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ രണ്ടാമത്തെ സംഖ്യയുടെ ഛേദം എടുത്ത് ഫസ്റ്റത്തേൽ മൾട്ടിപ്ലൈ ചെയ്ത് അതേപോലെ ഫസ്റ്റത്തേൻ്റെ ഛേദം എടുത്ത് രണ്ടാമത്തേൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിനുശേഷം ഛേദങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്ന രീതിയൊന്നും ചെയ്യേണ്ട. ഇത് ഈസിയായി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഛേദത്തിന് ഒരേപോലെ ആക്കാൻ നോക്കുക. അടുത്ത സംഖ്യയുടെ ഛേദമായിട്ട് ഈക്വലൻ്റ് ആക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 3നെ 2 കൊണ്ട് ഗുണിച്ചാൽ 3 × 2 ബൈ 4 × 2 പ്ലസ് 7 ബൈ 8 എന്ന ഈ ഇക്വേഷനെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാവും? 3 × 2 6 പ്ലസ് 6 ബൈ 8 പ്ലസ് 7 ബൈ 8 എന്ന് വരും. 6 പ്ലസ് 7 എത്രയാണ്? 13 ബൈ 8. ഇങ്ങനെയാണ് ആൻസർ വരിക. ഇനി നമുക്ക് അടുത്തൊരു കണക്ക് നോക്കാം. സപ്പോസ് 1/2 പ്ലസ് 3/4 പ്ലസ് 1/7 പ്ലസ് 2/11 പ്ലസ് 1/6. 2ഉം 4ൻ്റെയും ലസാഗു എടുക്കുകയാണെങ്കിൽ 4 ആണ് വരിക. അപ്പോൾ നമ്മൾ 1/2നെ 4ലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം? മേലെയും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 2/4 പ്ലസ് 3/4 പ്ലസ് 1/7 പ്ലസ് 2/11 പ്ലസ് 1/6. അപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂട്ടാൻ 5/4 വരും. 5/4 പ്ലസ് 1/6 പ്ലസ് 1/7 പ്ലസ് 2/11 എന്ന് വരും. ഇത് നമ്മൾ വീണ്ടും ചെയ്യുന്ന സമയത്ത് 6ഉം 4ൻ്റെയും ലസാഗു 12 ആണ്. അപ്പോൾ അതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആവും. 6നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും 12 ആവും. അപ്പോൾ 5നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 15. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2. അപ്പോൾ 15 പ്ലസ് 2 17/12 വരും. ഓക്കെ, അത് മനസ്സിലായല്ലോ? പ്ലസ് ഇനി നമ്മൾ ഇവിടെ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം 7ഉം 11ഉം കോമൺ മൾട്ടിപ്പിൾ 77 ഉള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ 11 പ്ലസ് 14 എത്രയാണ്? 25/77 വരും. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 17/12 പ്ലസ് 25/77. ഇതിനെ വീണ്ടും കൂട്ടിയാൽ മതി. അപ്പോൾ ഇതിനെ കുറയ്ക്കാൻ വീണ്ടും 17 × 77 പ്ലസ് 25 × 12/77 × 12 ചെയ്യണം. നമുക്കത് വീണ്ടും സോൾവ് ചെയ്യാം. 17/12 പ്ലസ് 25/77 which is equal to 17 × 77 plus 25 × 12/12 × 77 which is equal to 1309 plus 25 × 12. 25 × 12 ചെയ്യാൻ നമ്മൾ ചെയ്യാൻ മതി. 25നെ 100/4 × 12 എന്ന് ചെയ്താൽ മതി. ഈ 12ഉം 4ഉം കൊണ്ടുപോയാൽ 3 വരും. അപ്പോൾ 300 വരും. 300 പ്ലസ് 1309 1609 വരും. ഡിവൈഡഡ് ബൈ 12 × 77 അത് 924 വരും. അപ്പോൾ ഇത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല.
താഴത്തത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റും, മേലത്തത് 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സംഖ്യ വരിക. അപ്പോൾ ഐഡിയ മനസ്സിലായല്ലോ. നമുക്ക് ഛേദം കോമൺ ആക്കാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ അത് ആദ്യം ചെയ്തിട്ട് മാത്രമാണ് അടുത്ത സംഖ്യകൾ കൂട്ടാൻ നോക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഭിന്നസംഖ്യകളുടെ സങ്കലനം ഞാൻ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സംഖ്യ, അപ്പോൾ എ ബൈ എക്സാമ്പിൾ പറയാണ്. എ ബൈ ബി പ്ലസ് സി ബൈ ഡി എന്ന സംഖ്യയാണ് വെച്ചാൽ ആദ്യത്തെ ഛേദം, ആദ്യ സംഖ്യയുടെ ഛേദം അത് ബി ആണ്. ആ ബീനെ രണ്ടാമത്തെ സംഖ്യയുടെ അംശവുമായിട്ട്, അതായത് ന്യൂമറേറ്ററുമായിട്ട് ഗുണിക്കുക. അതേപോലെ രണ്ടാമത്തെ സംഖ്യയുടെ ഡിനോമിനേറ്റർ, അതായത് ഛേദം ഡി, അത് ആദ്യത്തെ സംഖ്യയുടെ അംശം എയുമായിട്ട് ഗുണിക്കുക. അപ്പോൾ അങ്ങനെ വരും എ ഇൻറ്റു ഡി പ്ലസ് ബി ഇൻറ്റു സി. എന്നിട്ട് ഇവ രണ്ടും തമ്മിൽ കൂട്ടുക. അപ്പോൾ ഫസ്റ്റ് സംഖ്യയുടെ ഛേദം രണ്ടാമത്തെ സംഖ്യയുടെ അംശവുമായിട്ടും രണ്ടാമത്തെ സംഖ്യയുടെ ഛേദം ഫസ്റ്റ് സംഖ്യയുടെ അംശവുമായിട്ട് ഗുണിച്ചിട്ട് അവ തമ്മിൽ കൂട്ടുക. എന്നിട്ട് താഴെ രണ്ട് ഛേദങ്ങളും തമ്മിൽ ഗുണിച്ചിട്ട് ഈ സംഖ്യ വെച്ച് ആദ്യം ആഡ് ചെയ്ത സംഖ്യകളെ ഹരിക്കുക. ഇങ്ങനെയാണ് ഭിന്നസംഖ്യകളുടെ സങ്കലനം ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരേ ഛേദമാണെന്ന് വെച്ചാൽ 3/4 + 1/4 എന്ന സംഖ്യ, ഇവിടെ ഛേദമെല്ലാം ഒരേപോലെയാണ്. അപ്പോൾ ആ ഛേദത്തിന് അങ്ങനെ തന്നെ എഴുതിയിട്ട് അംശം ഒരുമിച്ച് കൂട്ടിയാൽ മതി. 3 1 4/4 1 വരും ആൻസർ. പിന്നെ നിങ്ങൾ അറിയേണ്ട വസ്തുത എന്ന് പറഞ്ഞാൽ 3 + 1/4 എന്നെഴുതിയാൽ 4/4 1 ഓക്കെയാണ്. ഈ 4 കൊണ്ട് 2-നെയും 3-നെയും ഹരിക്കണം, 1-നെയും ഹരിക്കണം. അപ്പോൾ അതാണ് മീനിങ്. അപ്പോൾ നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കുന്നത് 20 + 3 / 4. അപ്പോൾ ഇത് സാധാരണ 23/4 എന്ന് എഴുതാം. അല്ലെങ്കിൽ 20/4 എത്രയാണ്? 5 3/4 എന്നെഴുതാം. ഇത് വ്യക്തമായി മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്തുകൊടുക്കുന്ന സമയത്ത് അത് 2-നെയും ഹരിക്കാനുള്ളതാണ്. അതേസമയം ഇപ്പോൾ ഇങ്ങനെ എഴുതുകയാണ് 20 + 3/4 എന്ന് എഴുതിയാൽ ഇതിൽ 4 കൊണ്ട് 20-നെ ഹരിക്കേണ്ട ആവശ്യമില്ല. കാരണം 3ക്ക് മാത്രമാണ് 4 ഇതായിട്ട് വരുന്നത്. അപ്പോൾ മിശ്രഭിന്നമായിട്ട് എഴുതുമ്പോൾ 20 3/4 എന്നായിട്ട് വരാം. മിശ്രഭിന്നത്തിൽ നമുക്കൊരു സംഖ്യ കൂട്ടണം വെച്ചാൽ, അപ്പോൾ ഞാൻ തന്നിരിക്കുന്നത് 3/4 + 1 1/2. ഇങ്ങനെ ഒരു സംഖ്യ തന്നാൽ നമുക്ക് പല വിധത്തിൽ ചെയ്യാം. ആദ്യം ഈ മിശ്രഭിന്നത്തെ സാധാ ഭിന്നമാക്കാൻ നോക്കാം. മിശ്രഭിന്നത്തെ സാധാ ഭിന്നമാക്കുമ്പോൾ എന്ത് സംഭവിക്കാം? ഈ ന്യൂമറേറ്ററെ ഈ 3 4 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3 4 12. ഈ കിട്ടുന്ന സംഖ്യനെ അംശം കൊണ്ട് കൂട്ടുക. അപ്പോൾ എത്ര വരും? 3 × 4. ഈ ഛേദത്തിനെ കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 3 × 4 12 + 3/4 പ്ലസ് അതേപോലെ എവിടെയും ചെയ്യാം 1 × 2 2 + 1 3/2. അപ്പോൾ എത്ര വരും? 15/4 പ്ലസ് 3/2നെ നമുക്കെന്ത് ചെയ്യാം? മേലെയും താഴെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 2 6 2 × 2 4. അപ്പോൾ 6/4 എന്ന് വരും. അപ്പോൾ 6/4 എന്താ? ഇതെങ്ങനെ ചെയ്യാം? 15 21/4 അങ്ങനെ ചെയ്യാം. ഇത് ഒരു വഴി. ഇനി രണ്ടാമത്തെ വഴി അതേ സംഖ്യേനെ എടുക്കുകയാണ്. 3/4 + 1 1/2. ഇതിൽ ഈ 3ഉം 1ഉം റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഈ 3 3 + 1 + 3/4 + 1/2 ഇങ്ങനെ എടുക്കാം. അപ്പോൾ 4 + 3/4 + 1/2നെ എന്താ പറയാം? 2/4 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ന്യൂമറേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോൾ എത്ര വരും? 3 + 2 5 4 + 5/4 എന്ന് വരും. ഈ 5/4 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 5/4നെ 4 + 1/4 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 + 1/4 എന്ന് വരും. ഓക്കെ ആണല്ലോ.
അപ്പോൾ ഈ സംഖ്യനെ 4 + 1 + 1/4 എന്ന് എഴുതാം. അപ്പോൾ 4 + 1 5 5 1/4 എന്ന് വരും. അതേ സംഖ്യയാണല്ലോ ആൻസർ വന്നത്. 3/4 എന്നതിൻ്റെ മീനിങ് 3 + 3/4 എന്നാണ് മനസ്സിലാക്കുക. ഇതിന് സാധാ ഭിന്നമാക്കാൻ ഇപ്പോൾ A/B/C എന്ന ഒരു മിശ്രഭിന്നത്തെ സാധാ ഭിന്നമാക്കാൻ A/C + B/C ഇതാണ് ഓപ്ഷൻ. ഇതാണ് ഇത് വരിക. ഈ റിയൽ നമ്പർ എനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ബി കൊണ്ട് അഡീഷൻ ചെയ്ത് ടോട്ടലിനെ സി കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് ഞാൻ വേറൊരു എക്സാമ്പിൾ തരാം. ഇപ്പോൾ 23/4 എന്നൊരു സംഖ്യ വിചാരിക്കാം. 23/4 നമ്മൾ മിശ്ര ഭിന്നമാക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം 23 ഹരിക്കുകയാണ്. 23 4 കൊണ്ട് ഹരിച്ചു. അപ്പോൾ എന്ത് വരും ആൻസർ? 5/4 20 സിസ്റ്റം 3. ഓക്കെ ആണല്ലോ. ഈ 23/4 നമുക്ക് 20 + 3/4 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ 4 കൊണ്ട് 20 ഹരിക്കണം, 3നെയും ഹരിക്കണം. 20 4 കൊണ്ട് ഹരിക്കുമ്പോൾ 5 വരും. ബാക്കി 3 4 കൊണ്ട് ഹരിക്കും 5 3/4. ഇങ്ങനെയാണ് സാധാ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കുന്നത്. എ എന്നൊരു സംഖ്യനെ ബി കൊണ്ട് ഹരിക്കുമ്പോൾ ആ കിട്ടുന്ന ഹരണഫലത്തെ, അപ്പോൾ 23/4 എന്ന സംഖ്യനെ ഇതാക്കുന്ന സമയത്ത് നമുക്ക് മിശ്ര ഭിന്നമാക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 5 3/4. ഹരണഫലം റിയൽ നമ്പറായിട്ട് എഴുതുക. ബാക്കി സിസ്റ്റം 3 അതിന് ഏതുകൊണ്ടാണ് അതാണ് ഡിനോമിനേറ്റർ, അത് വെച്ച് ഡിവൈഡ് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെയാണ് ഒരു സാധാ സംഖ്യനെ സാധാ ഭിന്നത്തെ മിശ്ര ഭിന്നമാക്കുന്നത്. ഇവിടെ ഞാൻ അടുത്ത എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 3/4 + 5/6. അത് പല വിധത്തിൽ ചെയ്യുന്നുണ്ട്. ആദ്യം 3/6 × 5/4, 3/6 + 5 × 4/6/4. അങ്ങനെ ഈ ഒരു വഴി ചൂട് ചെയ്യാം. ഇത് ഇനി എന്ത് ചെയ്തു? 3 × 3 3/4 + 5/6 ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് ഡിനോമിനേറ്റർ രണ്ട് ഭാഗത്തും ഈക്വൽ ആക്കുവാനുള്ള ഐഡിയ ആണ് ചെയ്തത്. ഇവിടെ 4ൻ്റെയും 6ൻ്റെയും ലെസ്സാകു 12 ആണ്. ഫസ്റ്റത്തെ സംഖ്യയിൽ ഛേദം 12 ആക്കാൻ മേലെയും താഴെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 3 × 3 9/4 × 3 12. അതേപോലെ രണ്ടാമത്തെ സംഖ്യനെ 12 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മേലെ ന്യൂമറേറ്റർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, കീഴെ ന്യൂമറേറ്റർ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ സംഖ്യ 9/12 + 10/12. രണ്ടാമത്തെ വഴിയാണ് ഒന്നാമത്തെ വഴിയേക്കാൾ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള വഴി. ഇനി അടുത്തൊരു സംഖ്യ തന്നിട്ടുണ്ട് 9/7 + 8/14. ഇതിൽ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വഴി പോലെ ചെയ്തിട്ടുണ്ട്, അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി രണ്ടാമത്തെ വഴി എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഛേദത്തെ ഒരുപോലെയുള്ള ന്യൂമറേറ്റർ ലസാഗുവിലേക്ക് എത്തിക്കാൻ വേണ്ടി ആദ്യത്തെ സംഖ്യനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 9 × 2 18 വന്നു, 7 × 2 14 വന്നു. അപ്പോൾ ഡിനോമിനേറ്റർ ഭാഗത്ത് രണ്ടും ഒരേപോലെ ആയതിനാൽ അംശങ്ങൾ മാത്രം കൂട്ടിയിട്ട് ആൻസർ കണ്ടെത്തി. ഇനി മൂന്നാമത്തതിൽ എന്ത് ചെയ്തു വെച്ചാൽ 9/7 + 8/14. 8/14 ഞാൻ ചെറുതാക്കി, അപ്പോൾ 4/7. അത് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ 7 കോമൺ ആയിട്ട് വന്നു. 9 + 4 13/7. ഇനി ഇതില്ലാതെ ഇനി ഒരു വഴിയും കൂടിയുണ്ട്. ഇപ്പോൾ 9/7 + 8/14. ഇതിൽ 1/7 പുറത്തെടുക്കണം. സപ്പോസ് 1/7 പുറത്തെടുക്കുകയാണെങ്കിൽ 9 + 8/2 വരും. 8/2 പറഞ്ഞാൽ 4 വരും. അപ്പോൾ 9 + 4 13/7. അത് കുറച്ചും കൂടി ഈസിയാണ്. അപ്പോൾ ഈ 1/7 പുറത്തെടുക്കുന്ന സമയത്ത്